പ്രവാചകനായ എലീശയുടെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, യജമാനെ, ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം ഇടുക്കമുള്ളതാണ്. അപ്പം ഞങ്ങൾ യോർദാനോളം പോയി കുറച്ച് മരം വെട്ടിക്കൊണ്ടുവന്ന് ഇതൊന്ന് എക്സ്പാൻഷൻ നടത്തിയാലോ? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, പോ. അപ്പോൾ ഒരു ശിഷ്യൻ അസാധാരണമായൊരു കാര്യം പറഞ്ഞു, യജമാനനെ, അങ്ങും കൂടെ ഞങ്ങളോടുകൂടെ പോരണമേ. അപ്പം മറ്റുള്ളവരെന്ത് വിചാരിച്ചു? ഈ മരം വെട്ടുന്നിടത്ത് ഉപദേശിക്കുന്നത് കാര്യം? രണ്ടാമത് ഇദ്ദേഹത്തെ ഇങ്ങനൊരു കാര്യത്തിന് വിളിക്കാമോ? പക്ഷെ ആ ശിഷ്യൻ അങ്ങനെ വിളിച്ചു. മറുപടി, ഞാനും പോരാം. കണ്ടോ, വിളിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. അദ്ദേഹം വന്നു. അവിടെ ഒരു അത്ഭുതം നടന്നു. മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ പോയി. ഇദ്ദേഹം ഒരു മരക്കഷ്ണം വെട്ടി അവിടെ ഇട്ടു. കോടാലി പൊങ്ങി വന്നു. ഒരു കോടാലി തിരിച്ചു കിട്ടിയെന്നുള്ളതല്ല, ഒരു സൂപ്പർ നാച്ചുറൽ പവർ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്നത്, പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായത്, ഗുരുത്വാകർഷണ ബലത്തിന് വിരുദ്ധമായൊരു നിയമം, മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, ദൈവസാന്നിധ്യമുള്ള ഒരുത്തൻ്റെ സാന്നിധ്യത്താൽ നടക്കും. കണ്ടോ, നമ്മുടെ കാര്യങ്ങളിൽ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങുകളിൽ, പ്രാർത്ഥനകളിൽ, ഫംഗ്ഷനുകളിൽ, വിരുന്നുകളിൽ ദൈവസാന്നിധ്യമുള്ളവരെ വിളിക്കണം. നമ്മൾ ചെയ്യുന്ന കൊടുക്കൽ വാങ്ങലുകളിൽ അവരെ കൂടെ ഉൾപ്പെടുത്തണം. അത് അനുഗ്രഹമാണ്, ആത്മീയത്തിലും ഭൗതികത്തിലും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം, വിചാരിക്കുന്നതിനപ്പുറം ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ദൈവസാന്നിധ്യത്താൽ വെളിപ്പെട്ടു വരും.